നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി.വി. അൻവറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എം സ്വരാജിനെ നിലമ്പൂരിൽ നിന്നും വിജയിപ്പിക്കുകയാണോ? പി.വി. അൻവറിന്റെ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പലർക്കും സംശയം തോന്നുന്നത് അങ്ങനെയാണ്. UDF വന്നാൽ തനിക്ക് വനംവകുപ്പ് മന്ത്രിസ്ഥാനവും ആഭ്യന്തര മന്ത്രിസ്ഥാനവും വേണമെന്നും നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണമെന്നുമൊക്കെ താൻ ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെയാണ് UDF വാതിൽ തനിക്ക് നേരെ അടഞ്ഞതെന്നുമൊക്കെയാണ് സ്ഥിരബുദ്ധിയില്ലാത്ത വിധത്തിൽ പി.വി. അൻവർ പറയുന്നത്. പക്ഷേ പി.വി. അൻവർ സ്ഥിരബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. അദ്ദേഹത്തിന് നല്ല കാര്യവിവരമുണ്ട്. VD സതീശനും UDF രാഷ്ട്രീയ തിരിച്ചടി നൽകാൻ എം സ്വരാജ് വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇപ്പോൾ പി.വി. അൻവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അൻവറിന്റെ ലക്ഷ്യം ഇപ്പോൾ എം സ്വരാജിനെ നിയമസഭയിൽ എത്തിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ UDF അത് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് VD സതീശന് വ്യക്തിപരമായി UDF അത് ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ തൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വോട്ടുകൾ, തനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നവരുടെ വോട്ടുകൾ എം സ്വരാജിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഇപ്പോൾ പി.വി. അൻവർ നോക്കുന്ന തന്ത്രം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കൈക്കൊള്ളുന്ന തന്ത്രം. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് രാവിലെ കണ്ടത്. താൻ UDF വനം മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം ചോദിച്ചു എന്നൊക്കെ പി.വി. അൻവർ പറയുന്നത് അത് വെറുതെ ചുമ്മാ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തനിക്ക് UDF പ്രവേശനം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. UDF വാതിലുകൾ തനിക്ക് നേരെ അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി UDF സ്ഥാനാർത്ഥി അവിടെ നിന്നും വിജയിക്കാൻ പാടില്ല, നിലമ്പൂരിൽ നിന്നും വിജയിക്കാൻ പാടില്ല. അവിടെ ജയിക്കേണ്ടത് എം സ്വരാജാണ്. എം സ്വരാജ് ജയിച്ചാൽ എന്ത് സംഭവിക്കും? പിണറായി വിജയന് തന്നോടുള്ള ദേഷ്യം, കോപം അല്പം ഒന്ന് തണുക്കും. കാരണം താൻ മൂലമാണല്ലോ എം സ്വരാജ് അവിടെ നിന്നും ജയിച്ചു കയറുന്നതും പിണറായി വിജയന് മൂന്നാമത് തൻ്റെ ഭരണത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ, കുറച്ചുകൂടെ വിശാലമായി സ്വപ്നം കാണാൻ കഴിയുന്നതും പി.വി. അൻവറിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എം സ്വരാജ് വിജയിച്ചതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തോറ്റത് കൊണ്ടാണല്ലോ എന്ന് പിണറായി വിജയന് തോന്നുകയും അങ്ങനെയെങ്കിലും കുറച്ച് കരുണ പിണറായി വിജയൻ പഴയതെല്ലാം കുറച്ചെങ്കിലും മറന്ന്, പിണറായിയുടെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം പഴയതൊന്നും മറക്കാത്ത ആളാണ്. VS അച്യുതാനന്ദനോട് പോലും പഴയതൊന്നും മറക്കാതെ പെരുമാറിയ ആളാണ് പിണറായി വിജയൻ. പക്ഷേ അൻവർ ആഗ്രഹിക്കുന്നത് എം സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് തന്നോടുള്ള ദേഷ്യം, കോപം അല്പം ഒന്ന് തണുക്കുമെന്നാണ്. കാരണം ഏതായാലും ഇനി UDF കയറാൻ കഴിയില്ല. VD സതീശനെ മാറ്റണമെന്നും തനിക്ക് ആഭ്യന്തര വകുപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു. അതൊന്നും അവർ തരില്ല എന്ന് പറഞ്ഞു. ഇനി തന്നെ UDF ഇല്ല എന്ന് പറയുമ്പോൾ UDF വാതിലുകൾ പൂർണ്ണമായും പി.വി. അൻവർക്ക് മുന്നിൽ അടഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അൻവറിനോട് അല്പമെങ്കിലും താല്പര്യമുള്ള നേതാക്കളെല്ലാം, K. സുധാകരൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ അൻവറിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. അൻവർ പോണ വഴി പോയിക്കോട്ടെ, അയാളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഇപ്പോൾ UDF എല്ലാ നേതാക്കളും. എന്ന് വെച്ചാൽ VD സതീശൻ പറഞ്ഞ നിലയിലേക്ക് UDF എല്ലാ നേതാക്കളും എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. P.K. കുഞ്ഞാലിക്കുട്ടിയും KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കളും, അൻവറിനോട് വ്യക്തിപരമായി താല്പര്യം ഉണ്ടായിരുന്ന നേതാക്കളടക്കമുള്ളവർ പലരും ഇപ്പോൾ അൻവറിനെതിരെയാണ്. ഇനി അൻവർ UDF വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് അവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അൻവറിന് ഈ കാര്യം മനസ്സിലായി, തനിക്ക് ഇനി UDF പ്രവേശനമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇടതുപക്ഷത്തു നിന്നുള്ള ആക്രമണം അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ ഒതുക്കുന്നതൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ പിണറായിയുടെ കോപം ഒന്ന് തണുപ്പിക്കണം. അതിന് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എം സ്വരാജ് ജയിച്ചു പോകണം, അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തി കൊണ്ട് എം സ്വരാജ് നിയമസഭയിലെത്തണം. അതിനുവേണ്ടി അല്പം ഒരു മയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എം സ്വരാജിനെ വിജയിപ്പിക്കാനും ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താനും അതുവഴി പിണറായി വിജയൻ്റെ പ്രീതി അല്പം പിടിച്ചു പറ്റി സ്വസ്ഥമായി നിൽക്കാനുമാണ് യഥാർത്ഥത്തിൽ പി.വി. അൻവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയുന്നത്. അതുകൊണ്ട് അൻവറിന് UDF വാതിൽ പൂർണ്ണമായും അടഞ്ഞപ്പോൾ ഇനി എം സ്വരാജ് ജയിച്ചേ തീരൂ, എങ്ങനെ വന്നാലും എം സ്വരാജ് വിജയിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇപ്പോൾ പി.വി. അൻവർ നിലമ്പൂരിൽ നിൽക്കുന്നത്. കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണം പി.വി. അൻവറിൻ്റെ രാജിയാണല്ലോ. അത് പിണറായിക്കെതിരെയുള്ള തിരിച്ചടിയായിട്ടാണ്, അല്ലെങ്കിൽ തിരിച്ചടി ലഭിക്കട്ടെ എന്നുള്ള ഉദ്ദേശം വെച്ചാണ് അദ്ദേഹം രാജിവെച്ചതും ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാക്കിയതും. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായി? ആ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു. UDF അൻവറെ അടുപ്പിക്കാൻ VD സതീശൻ തയ്യാറായില്ല. അപ്പോൾ ഇനി VD സതീശനാണ് ഇപ്പോൾ അൻവറിന് മുഖ്യ ശത്രു, പിണറായി വിജയനല്ല. അതുകൊണ്ട് എം സ്വരാജ് ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അതിന് തന്ത്രപരമായി അദ്ദേഹം നീങ്ങുന്ന കാര്യത്തിൽ എം സ്വരാജ് വിജയിക്കണം എന്നുള്ള തന്ത്രപരമായ നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. കാരണം ഇപ്പോൾ പിണറായി വിജയനല്ല, അൻവറിന്റെ ശത്രു VD സതീശനാണ്.